നമസ്തേ. അപ്പോൾ ഇറാൻ തകർന്നു. IDF ഇറാനെ പൊളിച്ച് കൈ കൊടുത്ത് 3-4 ദിവസം മാത്രം യുദ്ധം നീണ്ടുന്നുള്ളൂ. അതോടുകൂടി തന്നെ എല്ലാവരും വലിയ സൈനിക ഉദ്യോഗസ്ഥന്മാരെ കുറേ എണ്ണത്തിന് തട്ടി. പിന്നെ ന്യൂക്ലിയർ ഉണ്ടാക്കാൻ, വെപ്പൺ ഉണ്ടാക്കാനുള്ള ശാസ്ത്രജ്ഞന്മാരെയും തട്ടി. പിന്നെ ബാക്കിയുള്ളവരൊക്കെ നാടും വിട്ടുപോയി. ആയത്തുള്ള കൊമേനി റഷ്യയിലേക്ക് പലായനം ചെയ്തു. എന്താ വാർത്ത! ആഹാ, ഇതൊക്കെ കേൾക്കാനുള്ള ഒരു ഇത് കിട്ടിയല്ലോ. കാരണം 90s തോന്നണു നമ്മുടെ സൽമാൻ റുഷ്ദി അദ്ദേഹം ഒരു പുസ്തകം എഴുതിയല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിക്ഷനാണത് പുസ്തകം, അല്ലാണ്ട് ഒരു ടെക്സ്റ്റ് ബുക്കൊന്നുമല്ല, നോൺ ഫിക്ഷനല്ല. അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്ന് ഉണ്ടായ ഒരു കഥയാണത്. ഭാവനയാണെന്ന് പറഞ്ഞിട്ട് പോലും ഇത് എഴുതിയവൻ്റെ തല വെട്ടണമെന്ന് പറഞ്ഞവനാണ് ഈ ആയത്തുള്ള കൊമേനി. ഇപ്പം 86 വയസ്സുണ്ട്. കൊള്ളട്ടത്. 86-ാം വയസ്സിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു സുഖമുള്ള ഏർപ്പാടാണത്. കാരണം ഇവൻ അങ്ങനെയാണല്ലോ ഈ ആയത്തുള്ള കൊമേനി. ഇവൻ ഇസ്ലാമിക ഭീകരനാണ് ഇവൻ. അതുകൊണ്ടല്ലേ സൽമാൻ റുഷ്ദിയുടെ തല വെട്ടാൻ പറഞ്ഞത്. അയാൾക്ക് വേണമെങ്കിൽ പറയാം ഈ പുസ്തകം ഇസ്ലാമിനെതിരാണ്, മുസ്ലിങ്ങളാരും ഈ പുസ്തകം മേടിച്ച് വായിക്കരുത്, അങ്ങനെ പറയാം. അല്ലാതെ ഇയാൾക്കുടെ തലവെട്ട എന്തോരം ഈ സൽമാൻ റുഷ്ദി എന്തോരം വീട് മാറണം, ഫുൾ ടൈം സൽമാൻ റുഷ്ദി ഓട്ടത്തിലായിരുന്നു. ഇയാൾ ഈ തലവെട്ടാൻ പറഞ്ഞു. എന്താണ്ട് $1 million $10 million എന്താണ്ട് വാഗ്ദാനം ചെയ്തു. അപ്പം തന്നെ സൽമാൻ റുഷ്ദിയുടെ ഭാര്യ വെള്ളക്കാരിയാണ്. അപ്പം തന്നെ സൽമാൻ റുഷ്ദിനെ ഉപേക്ഷിച്ച്. മനസ്സിലായി? അതവരവർക്കുടെ സ്വഭാവം അവർ കാണിക്കൂല. കാരണം അവർക്ക് ഇയാളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവരും ഓട്ടപ്രദർശനം നടത്തേണ്ടി വരും. ലോകം മുഴുവനും ചുറ്റി കിടക്കണം പേടിച്ചിട്ട്, മുസ്ലിങ്ങൾ കൊല്ലുക എന്ന് ഓർത്തിട്ട്. ഇപ്പോൾ കാലം ഇത്രയും കഴിഞ്ഞപ്പോൾ 10-35 വർഷം 30 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയെന്ന് നോക്കി. ഇപ്പോൾ കൊമേനി ഓട്ടത്തിലായി, ആയത്തുള്ള കൊമേനി. ഇതാണ് കർമ്മ ഇസ് എ ബിച്ച് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതാണ് നമ്മൾ ചെയ്യണ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചു തരും. അത് ആയത്തുള്ള കൊമേനി ആയാലും അവൻ്റെ ഉപ്പാപ്പ ആയാലും ആരായാലും ചെയ്യണ തെറ്റിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അയാളങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്തെന്ന് നമ്മുടെ സൽമാൻ റുഷ്ദിനെ കൊല്ലുക എന്ന് പറയാൻ പാടില്ലായിരുന്നു. എന്താണ് മനുഷ്യജീവനൊരു വിലയില്ലേ? ഇപ്പോൾ സൽമാൻ റുഷ്ദി ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മുഹമ്മദിനെ കുറിച്ചോ ആരെക്കുറിച്ചോ ആയിക്കോട്ടെ, അതൊക്കെ തെറ്റാണെന്ന് തന്നെ വിചാരിക്കുക. മനുഷ്യന്മാർ തെറ്റ് ചെയ്യും, മനസ്സിലായി? മനുഷ്യന്മാർ തെറ്റ് ചെയ്യും. അങ്ങനെ തെറ്റ് ചെയ്യുന്ന മനുഷ്യരെല്ലാം കൊല്ലുക എന്നാണെങ്കിൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യന് പോലും ജീവിക്കാൻ പറ്റില്ല. കാരണം എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സൽമാൻ റുഷ്ദി ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അയാളെ കൊല്ലാം, അതിലൊരു ന്യായമുണ്ട്. ഇത് അയാളൊരു പുസ്തകം എഴുതിയെന്ന് പറഞ്ഞാൽ അത് പെൻഗ്വിൻ ബുക്സ് എന്നും പറഞ്ഞ് ലണ്ടനിൽ ബുക്ക് പബ്ലിഷേഴ്സ് ഉണ്ട്, പെൻഗ്വിൻ. അവരാണ് ഇത് സൈറ്റാനിക് വേഴ്സസ് എന്നും പറഞ്ഞ് പേര് കൊടുത്തത് പുസ്തകത്തിന്. മനസ്സിലായോ? ഞാൻ ഈ പുസ്തകം കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് വായിക്കാൻ കിട്ടും, നമ്മുടെ നാട്ടിൽ കിട്ടില്ല വായിക്കാൻ. അവർ ഈ പുസ്തകത്തിന് സൈറ്റാനിക് വേഴ്സസ് എന്ന് പേരും കൊടുത്ത് രാജീവ് ഗണ്ഡി എന്ത് ചെയ്ത്, അന്നേരം രാജീവാണ് ഭരിക്കണം, രാജീവ് കണ്ടി എന്നും പറയാം. രാജീവ് കണ്ടി എന്ന് വിളിക്കണായിരിക്കും നല്ലത്. രാജീവ് ഗണ്ഡി എന്ത് ചെയ്ത് ഈ പുസ്തകം ബാൻ ചെയ്തു. അങ്ങനെയാണ് ഈ പുസ്തകം ലോകപ്രശസ്തമാവണത്. രാജീവ് ഗണ്ഡിയാണ് അത് ചെയ്തു കൊടുത്തത്. പക്ഷേ അതുകൊണ്ട് ഒരുപാട് പേര് പുസ്തകം വായിച്ചു. ഇയാൾ $millions ഇയാൾക്ക് കിട്ടി. പക്ഷേ ഇയാൾ ഓട്ടത്തിലായിരുന്നു. അതൊന്നും കിട്ടിയ കാശൊന്നും അയാൾക്ക് സുഖിക്കാൻ പറ്റിയില്ല. അയാൾ മുസ്ലിങ്ങളെ പേടിച്ചിട്ട് ഓടണമായിരുന്നു. കാരണം ഇറാനിൻ്റെ ഈ ആയത്തുള്ള കൊമേനി പറഞ്ഞേക്കണല്ലേ, ഇയാളെ കാണുന്നിടത്ത് വെച്ച് വെട്ടി ഇവിടെ തലയർത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ $10 million എത്രയോ വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഈ അടുത്ത കാലത്ത് ഒരു 3-4 വർഷം മുമ്പ് ലണ്ടനിൽ സൽമാൻ റുഷ്ദി ഒരു പരിപാടി നടത്തുന്നതിനിടയിൽ ഒരു സുഡാപ്പി വന്നിട്ട് അയാളുടെ കഴുത്തും കണ്ണും ഒക്കെ വെട്ടി പരിക്കേൽപ്പിച്ച്. ഇപ്പോൾ ഒരു കണ്ണെന്തോ കാണൂലെന്ന് തോന്നുന്നു. മനസ്സിലായി? എന്ത് വൃത്തികെട്ട ജന്തുക്കളാണെന്ന് നോക്കണേ. ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യനെ കുത്തി മുറിവേൽപ്പിക്കണം അള്ളാഹുവിന് സന്തോഷം കിട്ടാൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ അള്ളാഹു ദൈവമാകുമോ പിശാചാകുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കും മുസ്ലിങ്ങളെ. നിങ്ങളെ കൊണ്ട് തിന്മ ചെയ്യിക്കുന്ന അവൻ എങ്ങനെ ദൈവമാകും? നന്മ ചെയ്യിക്കുന്നവനാണ് ദൈവം. നിങ്ങളെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അള്ളാഹു എങ്ങനെ നിങ്ങളെ ദൈവമാകും?
എങ്ങനെ ദൈവവും? എൻ്റെ ഭരണം ഇഷ്ടപ്പെടാത്ത എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കാണുക, എൻ്റെ കൺമുമ്പിൽ വെച്ച് കൊന്നുകളയുക എന്ന് പറയുന്ന യേശു എങ്ങനെ ദൈവവും? അത് തിന്മയല്ലത്. അതേപോലത്തെ ഇത് തന്നെയല്ല ആയത്തുള്ള കൊമേനിയും പറഞ്ഞത്. ആരെങ്കിലും ഖുറാനിനെ വിമർശിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ്റെ തല വെട്ടുക എന്നാണ് പറഞ്ഞത്. പക്ഷേ കാലം മാറി. ഇന്ന് ഖുറാനെ വിമർശിക്കുന്ന ഒരുപാട് മനുഷ്യർ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ. നമ്മുടെ ആരിഫ് ഹുസൈൻ, പിന്നെ എനിക്ക് ആരിഫ് ഹുസൈനേക്കാളും ഇഷ്ടം എനിക്ക് ജബ്ബാർ മാഷിനായിട്ടാണ്. അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര താല്പര്യം. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യസ്നേഹം. ഒരുപാട് ആക്കട്ടെ അടിയും ഇടിയും തൊഴിയൊക്കെ കൊണ്ടിട്ടുണ്ട് മുസ്ലിങ്ങളെ അയാളെ തല്ലി കൊല്ലാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. പക്ഷേ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. അദ്ദേഹം ആ മനുഷ്യൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പിന്നെ ജാമിദ ടീച്ചറിന് എൻ്റെ നല്ല നമസ്കാരം. അത്രയും നല്ല സ്ത്രീയാണത്. പിന്നെ കെ രവിചന്ദ്രൻ, ഈ 4 പേരും കൂടിയാണ് ഇസ്ലാമിനെ കേരളത്തിൽ ചട്ടിയിലാക്കിയത്. ചട്ടിയിൽ വറുത്തരച്ച കറി ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി താങ്ങിയത്. അതോടുകൂടി ഇപ്പോൾ ഇസ്ലാമിന് ഇപ്പോൾ മുസ്ലിങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങി. 9 പെണ്ണിനെ കെട്ടി മുഹമ്മദ്, അതിൽ ചെറിയൊരു 6 വയസ്സുള്ള കൊച്ചിനെയും. എന്തൊക്കെ വൃത്തിയാണ് 6 വയസ്സുള്ള കൊച്ചെന്നൊക്കെ പറഞ്ഞു. എനിക്കത് ആലോചിക്കാനേ വയ്യട്ടോ. നമുക്ക് 6 വയസ്സുള്ള കുട്ടികളെ കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് 55 വയസ്സായി. നമുക്കത് കൊച്ചുമോളെ പോലെയാണ് നമുക്ക് തോന്നണത്. മനസ്സിലായി? 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് കാമവിചാരം കാണിക്കുന്ന ഒരു ഇത്രയും പ്രായമുള്ള, ഇപ്പോൾ എൻ്റെ പ്രായമുള്ള ആളായിരുന്നു അന്നേരം മുഹമ്മദ്. 50 വയസ്സ് കഴിഞ്ഞ ആളായിരുന്നു. അപ്പോൾ 6 വയസ്സുള്ള കൊച്ചിനെ കണ്ടപ്പോൾ മുഹമ്മദിന് താല്പര്യം തോന്നി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഒരു മാതൃകാ പുരുഷനാക്കാൻ ഒട്ടും കൊള്ളൂല എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? പിന്നെ ആൾക്കാർ വിമർശിക്കും. ആ വിമർശിക്കുന്നവരെയൊക്കെ നിങ്ങൾ കൊന്നാണോ വിമർശനം മൂടി വെക്കണം? ആണോ? അങ്ങനെയല്ല. വിമർശിക്കുമ്പോൾ ഒരാൾ വിമർശനം എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു വാദപ്രതിവാദമല്ലേ? അയാൾ വാദമാണ്. അപ്പോൾ അതിന് അനുസരിച്ച് ആ തർക്കത്തിൽ തോൽപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ ജബ്ബാർ മാഷൊക്കെ ആയിട്ട് തർക്കിക്കണ കുറേ മുസ്ലിം ഉസ്താദുക്കളുണ്ട്. എല്ലാവരും തോറ്റെന്ന് പറഞ്ഞാലില്ലേ, ഇതേപോലെ ഒരു എന്താ പറയുക, നാറിത്തോറ്റെന്ന് പറയാം. അമ്മാതിരി തോറ്റിരിക്കുന്നത്. അപ്പോൾ പലരും ഇപ്പോൾ ഇസ്ലാം ഉപേക്ഷിച്ച് പോണ ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. കേരളത്തിൽ ഒത്തിരി ആൾക്കാരുണ്ട്. അതിൻ്റെയൊക്കെ കാരണം ഈ ജബ്ബാറും ഈ ആരിഫും ഒക്കെ തന്നെയാണ്. യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അവരെയൊക്കെ കൊല്ലണോ? ഇപ്പോൾ ഇറാനിലാണെങ്കിൽ അവരെ തട്ടിയാണ്. കേരളത്തിലായതുകൊണ്ട് അവർ ജീവിക്കാൻ പറ്റണം. ഇറാനിലാണെങ്കിൽ ഈ ആയത്തുള്ള കൊമേനി എന്ന് പറഞ്ഞ ഈ കിളവൻ, ഈ പന്നക്കിളവൻ ആരിഫ് ഹുസൈനെ കൊല്ല്, ജബ്ബാർ മാഷിനെ കൊല്ല്, ജാമിദ ടീച്ചറിനെ കല്ലെറിഞ്ഞു വന്നേനെ ജാമിദ ടീച്ചറിനെ. മനസ്സിലായി? അപ്പോൾ മനുഷ്യജീവന് പുല്ല് വില പോലും കൽപ്പിക്കാത്തവനാണ് ഇവൻ. ഇപ്പോൾ ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊമേനി പരക്കം പായണ കാഴ്ച, അത് കാലത്തിൻ്റെ കാവ്യനിധി എന്ന് മാത്രമേ പറയാനുള്ളൂ ബ്രോ. എനിവേസ്, നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.